അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് തിരുവോണ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കണം. കണ്ട ആശുവിനൊക്കെ ഞാൻ മുണ്ടൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് അല്ലൂട്ടിൻ്റെ മുണ്ടാണ് കേട്ടോ. അവനക്ക് ചെറുപ്പത്തിലെടുത്താണ്. അതിപ്പോൾ ആശുവിനാണ് കറക്റ്റായിട്ടുള്ളത് കുർത്തയൊക്കെ. അപ്പോൾ അല്ലൂന് ഇപ്പോൾ ഡ്രസ്സ് മാറ്റി കൊടുക്കണം. ഞാനൊരു സെറ്റ് സാരി ഉടുക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ എൻ്റെ ബ്ലൗസ് ഭയങ്കര ടൈറ്റായിരിക്കുന്നു. ഞാൻ പണ്ട് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് പുറത്ത് പോകുന്നത്. വേറെ എങ്ങോട്ടല്ല കേട്ടോ, നമ്മൾ തിരുവോണമായിട്ട് നല്ലൊരു സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി, ഇക്കയും റെഡിയായിട്ടോ. അപ്പം നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 12 മണിയായി. ഒരു റീലൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് തിരുവോണത്തിന് ഞാൻ സദ്യ കഴിക്കാൻ പോകുന്നത്. ബേബിയാണ് ആഷ് ബേബിനെ കാണിച്ചു കൊടുക്ക്. ആഷ് ബേബി ആണെന്നൊക്കെ ഡ്രസ്സ് കാണിച്ചു കൊടുക്ക്. എനിക്ക് നിൽക്ക്. ഓ മുണ്ടൊക്കെ കൊടുത്തിട്ട് നിൽക്കണേ. എപ്പോഴും അതെന്നെ പറയണോ? എല്ലാവർക്കും സുഖാണോ ചോദിക്കും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറയും. ഹാപ്പി ഓണം പറയും. ഹാപ്പി ഓണം. ഒരു പാട്ട് പാട്. അയ്യോ, മുണ്ട് കൊടുത്തിട്ട് കുതിരയിൽ കയറാൻ കിട്ടില്ല. മുണ്ട് കൊടുത്തിട്ട് കയറാൻ കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറേ ഹോട്ടലൊക്കെ നോക്കി. നമ്മൾ 2-3 ഹോട്ടലൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ തിരുവോണമായിട്ട്. അപ്പോൾ നമുക്ക് ഹോട്ടൽ ഗസാല കണ്ടു. അതിന് മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും വിഭവസമൃദ്ധമായ ഓണസദ്യയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അല്ലുവാ ഇവിടെ പിടിക്കാം അശ്വിനി. ഇക്ക പോയി ടോക്കൺ എടുത്തു കേട്ടോ സദ്യൻ്റെ. അപ്പോൾ ഒരെണ്ണത്തിന് വരുന്നത് 350 രൂപയാണ്. നമ്മൾ 2 ടോക്കണാണ് എടുത്തത്. പിന്നെ കുട്ടികൾക്കൊന്നും അങ്ങനെ ആവശ്യമില്ല, നമ്മുടെ നിന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ 2 ടോക്കൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 15-20 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സദ്യ അവർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സദ്യ ഞാൻ ഇത്രയും വിഭവങ്ങളോട് കൂടിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയാലും ഇത്രയൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്താ വെച്ചാൽ സാമ്പാറും അതുപോലെ കൂട്ടുകറിയാണ് കേട്ടോ. കൂട്ടുകറി എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകറി. അപ്പോൾ അവർ ചോറൊക്കെ വിളമ്പി നല്ല അടിപൊളി. എന്ത് ചോറിയാന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം സാമ്പാറിന് വേണ്ടിയിട്ട്. ഞാൻ പിന്നെ മോര് അങ്ങനെയൊന്നും ഒഴിക്കില്ല, ഫുൾ സാമ്പാറായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ.
സാമ്പാർ വരണോ? അങ്ങനെ സാമ്പാറൊക്കെ ഒഴിച്ച് ഞാനിത് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ ഓരോ കറികളായിട്ട് എടുക്കണം. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, കൂട്ടുകറിയിലാണ് എൻ്റെ കണ്ണ് ആദ്യം പോയത്. കൂട്ടുകറി ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ സാമ്പാറും കൂട്ടി ഇങ്ങനെ ഓരോന്ന് കുറച്ച് എടുത്ത് ടേസ്റ്റ് നോക്കാം കേട്ടോ. പിന്നെ ഇത് വന്നിട്ടൊരു മത്തങ്ങ കറിയാണെന്ന് തോന്നുന്നു, പേരെനിക്ക് അറിയില്ല. നമുക്ക് പിന്നെ ഈ ഒരു കറി ഉണ്ടല്ലോ, ഈ യെല്ലോ കറി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ അതിൽ ഏത് വെജിറ്റബിൾ ആണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല. പക്ഷേ അത് വളരെ ടേസ്റ്റായിരുന്നു. പിന്നെ അതുപോലെ ഒരു പഴം ഇട്ടിട്ടുള്ള പുളിശ്ശേരിയാണ് തോന്നുന്നു. ഇക്കാനോട് ഞാൻ ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു അത് മാമ്പഴ പുളിശ്ശേരിയാണെന്ന്. പക്ഷേ എനിക്കൊരു പഴത്തിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിൽ തോന്നിയത്. അപ്പോൾ അത് എനിക്ക് അധികം ഇഷ്ടമായില്ല. പിന്നെ ആ ഒരു വൈറ്റ് ഒരു കറി ഉണ്ടായിരുന്നു, ഓലൻ എന്താണോ പറയുന്നത് എനിക്കറിയില്ല, അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ള എല്ലാ കറികളും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പായസമൊക്കെ കുടിച്ചു, വയറ് നിറഞ്ഞു. എനിക്ക് പിന്നെ ഇലയിൽ തന്നെ പായസം ഒഴിച്ച് പപ്പടം ആക്കി കഴിക്കുന്നത് അതിനോട് എനിക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ ഇത് അല്ലു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവനിക്ക് വേറൊരു ചെയർ വേണം, വേറെ ഇല വേണം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ളവർ അത് ഇട്ട് കൊടുത്താണ്. പിന്നെ അവൻ കറികളൊന്നും കൂട്ടാത്തത് കൊണ്ട് വെറും ചോറും പപ്പടും അങ്ങനെ കൂട്ടി അവൻ ഒറ്റയ്ക്ക് കഴിക്കാൻ കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഹിന്ദുസും മുസ്ലിമുകളും എല്ലാവരും വന്നു ആസ്വദിച്ചു, ഓണസദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ എല്ലാം മടക്കി, വയറ് നിറഞ്ഞു. ഓക്കെ, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു സ്വത്ത്? എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? വേഗം കഴിക്കും എൻ്റെ മാത്രം എടുക്കണം, ഇതുപോലെ ചോറൊന്നും എടുക്കുന്നില്ല. പിടിച്ചിട്ട് കഴിക്കും, ഡബ്ബാക്കി തരാം. വേഗം കഴിക്കേ. എങ്ങനെ എടുക്കുക? നടക്കല്ലോ, ഓടല്ലേ, നടക്കുവാ. പാടോ. അങ്ങനെ ഞങ്ങൾ ഗസാലയിൽ നിന്ന് അടിപൊളി സദ്യ, ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ്. പോകണം, നമ്മളെ പേടിച്ചിട്ട് നായ പോകുന്നതാ. പിന്നെ അല്ലൂരെ പേടിച്ചിട്ട്